ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ടർ പൊല്യൂഷനാണ്. ഇതിൽ നമ്മൾ എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്നും പിന്നെ ഇതുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ എല്ലാം നമുക്ക് വാട്ടർ പൊല്യൂഷൻ തടയാനാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തന്നെ നമുക്ക് എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് നോക്കാം. അടുത്തതായി നമുക്ക് ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അത് വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഈ അടുത്ത് നടന്ന ഒരു പത്രവാർത്തയാണ്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് കാണുക. ശീതൾ 4-5 പേരടങ്ങുന്ന ഒരു സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഇതിൽ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ഈ മാലിന്യ കൂമ്പാരത്തിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ആദ്യം നടത്തിയത്. ഓക്സിജൻ മാസ്ക് അടക്കമുള്ളവ ധരിച്ച് ഈ മാലിന്യ കൂമ്പാരത്തിനകത്തേക്ക് ഊളിയിട്ട് പോകാവുന്നിടത്തോളം പോയി നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 200 മീറ്ററോളം ദൂരത്തിൽ ഇതിനകത്തുകൂടെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മാലിന്യം അടിഞ്ഞുകൂടി നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങോട്ട് പോകും തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടണലിന്റെ രൂപത്തിലേക്ക് ഈ ആമഴഞ്ചാൻ തോട് മാറുകയും അതിനനുസരിച്ച് ഇതിൽ മാലിന്യത്തിന്റെ കട്ടി കൂടുകയും ഒഴുക്ക് കുറയുകയും എല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. Harmful substances or contaminants enter water bodies, altering their natural quality and composition.
അടുത്തതായി വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോസ്റ്ററുകൾ കാണാം.